നാടാകെ എമ്പുരാൻ തരംഗമാണ്. എന്നാൽ മലയാള സിനിമയുടെ സന്തോഷത്തെ കെടുത്തുന്ന ചില ശ്രമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ചിത്രത്തിലും വർഗീയത കാണാനുള്ള ശ്രമമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിലുള്ള പരാമർശങ്ങളാണ് ഇത്തരക്കാരെ ചൊടിപ്പിച്ചത്. സിനിമയ്ക്ക് ലഭിച്ച നല്ല പ്രതികരണങ്ങൾക്ക് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞെത്തിയ പൃഥ്വിരാജിന്റെ പോസ്റ്റിന് കീഴിലും ഇത്തരക്കാർ കമന്റുമായിട്ട് എത്തിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി എടുത്ത സിനിമയാണെന്നും ഗുജറാത്ത് കലാപത്തിൽ വെന്തു മരിച്ച കുഞ്ഞുങ്ങളോട് നീതി പുലർത്താതെ തീവ്രവാദികളെ വെളുപ്പിക്കാൻ നടക്കുന്ന ശ്രമമാണെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. ഇതൊരു ഹിന്ദുത്വ വിരുദ്ധ സിനിമയാണെന്നും ചിലർ പറഞ്ഞു വെക്കുന്നുണ്ട്. ചില സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളും സിനിമയ്ക്കെതിരെ രംഗത്തുണ്ട്. അതേസമയം സിനിമയ്ക്കെതിരായ വർഗീയ പ്രചാരണങ്ങളെ എതിർത്ത് ബിനീഷ് കോടിയേരി, VT ബൽറാം എന്നിവരും രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് അധികാരത്തിലെത്തിയവരെ തുറന്നു കാണിക്കുന്ന സിനിമയാണെന്നാണ് മറ്റൊരു അഭിപ്രായം. 2002 ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ മുസ്ലിം വംശഹത്യയെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ടെന്നും ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ. സുഹൃത്തുക്കളെ, ഈ ഗുജറാത്ത് കലാപം ആക്ച്വലി വലിയൊരു രാഷ്ട്രീയ വർഗീയ കലാപമായിരുന്നു ഇന്ത്യയിലെ. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും ഒരുപാട് പേര് മരിച്ചൊരു സംഭവമാണ്. തുടക്കം ഒരു ട്രെയിൻ കത്തിച്ച കേസാണ്. ഈ ട്രെയിൻ കത്തിച്ചത് മുസ്ലിങ്ങളാണെന്നുള്ള ആരോപണം വെച്ചിട്ട് അവർക്കെതിരെ അക്രമം അയച്ചുവിടുകയായിരുന്നു. നരേന്ദ്രമോദി ഇത് അറിവോടുകൂടി നടന്ന സംഭവം എന്ന് പറയുന്നുണ്ട്. പുള്ളി ഇതിനെ എതിർത്തതാണ്, പുള്ളി ഇതിനെ സപ്രസ് ചെയ്യാൻ നോക്കി എന്ന് പറയുന്നുണ്ട്. എനിവേ, അത് നമുക്ക് വ്യക്തമല്ലാത്ത കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ല. അന്നത്തെ മോദി സർക്കാർ ഇതിനെതിരെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു കേട്ടോ എന്നാണ് ഞാൻ വായിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായത്. പക്ഷെ അതിനുശേഷം മോദിക്ക് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. മോദി പിന്നെ നിന്നത് പ്രധാനമന്ത്രി പദവിയിലാണ്. അന്ന് നടന്ന വർഗീയ സംഭവമാണ് ഇപ്പോഴും അതിന്റെ ഒരു അംശം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫയർ ഇപ്പോഴും നമ്മുടെ ഈ കേരളത്തിലുള്ള, നമ്മൾ എത്ര മതേതരത്വ രാഷ്ട്ര സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഇപ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്. പോസ്റ്റുകളും എഴുത്തുകളുമായിട്ട് ആ മതം മനസ്സിൽ ഇപ്പോഴും കിടക്കില്ലേ. അവരെ ഭാഗത്ത് വെള്ളമടിക്കുന്നു, മറ്റൊരു ഭാഗം കൂടുതലായിട്ട് കാണിച്ചില്ല, അവരെ പറഞ്ഞില്ല, ഇത് തെറ്റായിട്ടാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്നത് വർഗീയത. എന്തിനിത് വീണ്ടും ആരോ എന്നോ എഴുതിയൊരു പുസ്തകത്തിലെ കഥ വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുകയും കത്തിക്കുകയും ചെയ്യുന്ന വിഡ്ഢി പരിശകൾ. കല എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്ന് നമുക്ക് അയാൾക്ക് അത് സാധനങ്ങളൊക്കെ എടുക്കാം. പിന്നെ എതിർപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് ഉറപ്പായും ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ എതിർക്കും. നമ്മൾ അങ്ങനത്തെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. അയാളുടെ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സെൻസർ ബോർഡ് അത് സെൻസ് ചെയ്ത് കാണാം. സെൻസർ ബോർഡിനത് ന്യായമായിട്ട് തോന്നിക്കണം, അതുകൊണ്ടാണ് സെൻസ് ചെയ്യാതെ വിട്ടത്. പിന്നെ അവരത് കണ്ടില്ല, അവരത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റ് ഉണ്ട്. മോഹൻലാൽ അറിഞ്ഞില്ല, ഗോകുലകൃഷ്ണൻ അറിഞ്ഞില്ല, അവർക്ക് മിണ്ടാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നൊക്കെ എന്താണ് ഉദ്ദേശിച്ചത്? ആ കാലം എപ്പോഴും ഇതുപോലെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുക, വർഗീയത പറഞ്ഞ് രാജ്യത്ത് നിലനിൽക്കാൻ പിടിച്ചു നിൽക്കാനാണ് വിചാരിക്കുന്നത്. ഒരിക്കലും ഇല്ല. എഴുതി വെച്ചൊരു 10-30 കൊല്ലം കൊണ്ട് ഇല്ലാതാവുന്നൊന്നല്ല. ഇതിന്റെ എണ്ണം വളരെ ഗണ്യമായിട്ട് കുറയും. ഇനി വരുന്ന തലമുറ ഈ വർഗീയത നിങ്ങളുടെ പറഞ്ഞ ഈ കിളവന്മാരുണ്ടല്ലേ, വർഗീയതൊക്കെ പറഞ്ഞ കിളവന്മാരൊക്കെ ചത്തൊടുങ്ങി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിയാവും. ഇങ്ങനെ വർഗീയത സ്പ്ലിറ്റ് ചെയ്യുന്ന കളവന്മാർ കുറേ എണ്ണം ഉണ്ട്. ഒരു ഉപയോഗമില്ല. ചുമ്മാ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുക, അവർ അഖണ്ഡം ഒന്നും പണയാനില്ല. രണ്ട് സ്വഭാവമുള്ള ആൾക്കാരാണ് മലയാളികൾ. വീട്ടിനകത്തൊരു സ്വഭാവം, റോഡിൽ വേറൊരു സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ. ഒരു സംഭവമില്ല. നമ്മളിവിടെ ഒരു കാര്യത്തിലും പുരോഗതി ഒന്നിനുമില്ല.